എവിടെ ഏതാൻ്റെ വീട്? ഏത് ഇതോ? നിങ്ങളെന്നാ താമസമായത്? എൻ്റെ പേരെന്താണ്? അങ്കിത്. കൂടുതൽ എന്താ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലോ? ഹോമം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വീട്ടിൽ കൂടുതൽ വലിയ പരിപാടി ഉണ്ടോ? ഇനി എവിടെ? ഇനി ചൂരൽമല ഇനിയല്ല മുണ്ടക്കയ്യോ? ചൂരൽമല. എങ്ങനെ വീട് ഉഷാറല്ലേ? നിങ്ങളെവിടെ ചൂരൽമല? ഇനി സ്കൂളിൻ്റെ ബാക്കിലായിരുന്നു അല്ലേ? ഓക്കെ. ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളും പുല്ലുകളൊക്കെ വെച്ചിട്ട് നല്ല ഹരത്തിൽ കുറച്ച് ഉയർച്ചയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല ഹരമുണ്ട് ഇവിടെ കാണാൻ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്കിൽ കണ്ടില്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗൺഷിപ്പിലെ കാഴ്ചകളാട്ടോ. മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ വർക്കിൻ്റെ കാഴ്ചകളും പിന്നെ താമസക്കാരൊക്കെ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും വേണ്ടില്ല, ഇവിടുത്തെ മൊത്തത്തിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസ്, ആ ബൈപ്പാസിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് വാഹനങ്ങൾക്കൊക്കെ കയറാനുള്ള ഒരു അവസരം ഈ ഭാഗത്താണ്. ആദ്യം അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതിലൊന്നും ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല. പുറമുള്ള ഇവിടെ കരിങ്കല്ല് ഒന്നും കൊണ്ടിട്ടാ അതൊക്കെ യെസ്, ഇവരുടെ ബൗണ്ടറി ഫൗണ്ടേഷൻ്റെ വർക്കിനൊക്കെ വേണ്ടി കരിങ്കല്ല് ഇവിടെയാണ് മൊത്തത്തിൽ വലിയ വണ്ടിയിൽ കൊണ്ടുവന്ന് തട്ടുന്നത്. ചെറിയ ട്രാക്ടറിൽ അതിൻ്റെ അടുത്തേക്ക് വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. റോഡ് പണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടല്ലോ. അവിടെ ഒരു 4 വീടിൻ്റെ 1, 2, 3 വീടിൻ്റെ വർക്ക് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. ആ സ്ഥലം ഒരു ഒഴിഞ്ഞ് കിടക്കുന്നിടത്ത് വീണ്ടും അവർ നിർമ്മിച്ചാന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും ഇവിടെ താമസക്കാരൊക്കെ എത്തിയെന്നറിഞ്ഞു. താമസക്കാരെത്തിയിട്ടുണ്ട്. ഏതായാലും ഇനിയും താമസക്കാരെ അവിടെ നിർത്തിയാലേ ചൂരൽമല പല ഭാഗത്തായിട്ട് അവരൊക്കെ വാടകയ്ക്കൊക്കെ താമസിക്കുന്നത്. അതൊക്കെ സർക്കാരിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ്, എന്നാലും അവർക്ക് സ്വന്തം വീടുകളിലേക്ക് മാറാൻ ആഗ്രഹം. കുറേ മുമ്പേ അവർക്ക് താക്കോലൊക്കെ കൊടുത്താളാ. താക്കോൽ കൈമാറ്റം, പേപ്പർ കൈമാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടുകൾ ഏതൊക്കെയാണെന്നുള്ള നറുക്കെടുപ്പിലൂടെ അവർ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഓരോരുത്തരുടെ വീട് അവർ പിന്നെ കണ്ടു വെച്ചു. പിന്നെ വർക്ക് ഓരോരുത്തരിങ്ങനെ വന്ന് നോക്കൂട്ടോ, വർക്ക് കഴിഞ്ഞിരിക്കണമെന്നല്ല. ഈ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. ഇവിടെ താമസക്കാരുണ്ടോയെന്നറിയില്ല. താമസക്കാരുണ്ടല്ലോ. ഇവിടെ മാങ്ങൻ്റെ കച്ചവടമൊക്കെ ഉണ്ടല്ലോ. ഇതാ നോ എൻട്രി എന്ന് എഴുതിച്ചിരിക്കുന്നു. ഇത് താമസക്കാരുള്ളതിൻ്റെ തെളിവാട്ടോ. അവിടെ തുണിയൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ താമസമൊക്കെ ആയത് കാണിച്ചു തരാം കേട്ടോ. താമസമൊക്കെ ആയിട്ടുണ്ട്, ആളുകളൊക്കെ അവിടെ താമസമായിട്ടുണ്ട്. നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ഒരു എഞ്ചിനീയറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പം ഈ ഫസ്റ്റ്, അതായത് കോഴിക്കോട് നിന്ന് ഈ ഭാഗത്തേക്കുള്ള ബൈപ്പാസിലൂടെ കയറി വരുമ്പോൾ ഫസ്റ്റ് എൻട്രൻസ് ആണ് ഈ റോഡാണ്. ഈ റോഡിൻ്റെ ഇവിടെ ആയിട്ടാട്ടോ ഹോസ്പിറ്റൽ വരുന്നതെന്ന് പറഞ്ഞത്. അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല. ബാക്കി സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ സ്കൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സൂപ്പർ മാർക്കറ്റ്, അതുപോലെ കൺവെൻഷൻ സെൻറ്റർ, അതുപോലെ അംഗനവാടി, അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആ ഭാഗത്തേക്കാണ്. ഈ ഭാഗം ഇനി റോഡിൻ്റെ വർക്കുകളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ എന്താ വീട് തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു വീട് ഇടയ്ക്ക് കുറച്ച് ഇവരുടെ സാധനങ്ങൾ ഇറക്കി വെച്ച അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ കൂടിയായിട്ട് വീണ്ടും ആ സ്ഥലങ്ങളിലൊക്കെ വീടിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടാണ് സെപ്റ്റി ടാങ്ക് വരുന്നത്. ഇതൊക്കെ ഓപ്പൺ ആവണമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ആളുകൾക്ക് അവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ. അപാര സിസ്റ്റം കേട്ടോ. ബാംഗ്ലൂർ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സിസ്റ്റമാണിത് പരിപാടി. ഇവിടേക്ക് ഈ ടാങ്കിലേക്കാട്ടോ സാധനങ്ങളൊക്കെ വരുന്നത്. അതിന് ഒരുപാട് അറകളായിട്ട് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് അത് ആ വെള്ളം അതിലേക്ക് വരും. ആ ചില്ലിയിട്ട് അതിൽ നിന്ന് വെള്ളം പുറമേക്ക് പോകട്ടോ. പുറമേക്ക് പോകുന്ന പൈപ്പ് ഞാൻ കാണിച്ചു തരാം. അത് ഏറ്റവും ഫിൽട്ടറായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടേക്ക് ആ ഭാഗത്തേക്കൊരു പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ പൈപ്പിലൂടെ അങ്ങനെ പോയിട്ട് ഇവിടുത്തെ ചെടികൾ നനയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ സ്മെല്ലും കാര്യം ക്ലിയറായിട്ട് പുറത്തേക്ക് വരുന്നതാട്ടോ അവർ പറഞ്ഞത്. പിന്നെ വേറെ ഇനി വേറെ ടാങ്കിലേക്കോ ഏതായാലും അവിടുന്ന് ചെടി നനയ്ക്കാനോ ബാക്കിയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു കേട്ടോ. ആ പൈപ്പ് ഉണ്ടെങ്കിൽ
അതിലെ എയർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അവിടെ എത്തുമ്പോഴത്തേനൊരു സ്മെല്ലും ഇല്ലാത്ത നല്ല വെള്ളമായി മാറുന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല. അപ്പോൾ അതാണ്ടോ അവിടെ കുട്ടി കളിക്കുന്നുണ്ടോ. താമസക്കാരെത്തിയിട്ടുണ്ട്. 179 വീടുകൾ കൈമാറ്റം കഴിഞ്ഞു. ഓരോ വീട്ടുകാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എടാ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന എവിടെ? ഏതാ എൻ്റെ വീട്? ഏത് ഇതോ? നിങ്ങളെന്നാ താമസമായത്? കഴിഞ്ഞ മാസമോ? കുടിയിരിക്കൽ. എൻ്റെ പേരെന്താണ്? അങ്കിത്. കുടിയിരിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാം എനിക്ക്. വീട്ടിൽ കൂടുതൽ എന്താ പരിപാടിയൊക്കെ ഉണ്ടോ? ഹോമം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വീട്ടിൽ കൂടുതൽ വലിയ പരിപാടി ഉണ്ടോ? ഇനി എവിടെ? ഇനി ചൂരൽമല ഇനി അല്ല മുണ്ടക്കയ്യോ? ചൂരൽമല. നിങ്ങളെ വീട് മൊത്തം പോയി. ഇപ്പോൾ ഉഷാറല്ലേ? സന്തോഷമായില്ലേ? എവിടെ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ? വെള്ളർമല പറഞ്ഞാലോ എവിടെ? നീ അവിടേക്ക് പോകണമല്ലോ. ബസ്സിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇന്ന് സ്കൂൾ ഉണ്ടേനോ? ഇന്ന് ലീവല്ലേ? ഇന്ന് സ്കൂളില്ല. ഇന്നിപ്പോൾ കളി തുടങ്ങി നിങ്ങൾ. ഇനി പുതിയ ഗ്രൗണ്ടൊക്കെ അവിടെ ഉണ്ടാവില്ലേ? ഉണ്ടോ? അവിടെ ടർഫ് നല്ല നല്ല ഗ്രൗണ്ടായോ? അങ്ങനെ അത് ശരി. ആ ഭാഗത്തേക്ക് അല്ലേ? അത് വരൂലേ? വന്നാൽ സന്തോഷമായില്ലേ? ഇതിൽ സ്കൂൾ വരുന്നുണ്ടോ? വീഡിയോ കൽപ്പറ്റത്ത്. ഇജ്ജ് എത്രയാണ് പഠിക്കുന്നത്? 6. ഇനിയിപ്പോൾ ഇവിടെ ഉഷാറായിട്ട് കളിക്കാമല്ലോ അല്ലേ? ഇനി ബാക്കിയൊന്നും ചോദിക്കില്ല. ഓക്കെ, എന്നാൽ ഉഷാറായി പോയി കളിച്ചോളി. എൻ്റെ പേരെന്താ? അല്ലോ മെസ്സി മോനെ. ഇത് നെയ്മർ അടിക്കാനുള്ള ഈ മെസ്സിൻ്റെ ജേഴ്സി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. വീഡിയോ ഇത് യൂട്യൂബിൽ വീഡിയോ വരും. എന്തായാലും കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാട്ടാ. കുട്ടികളൊക്കെ അവിടേക്കൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇതിൽ ഇതാണ് നമ്മളെ ചെക്കൻ പറഞ്ഞ അങ്കിതിൻ്റെ അച്ഛനായിരിക്കില്ലേ ഇവർ താമസമായതാണ്. ഇത് വീട് തന്നെയല്ലേ? പുതിയ വീടല്ലേ? ഇവിടെ 2 വീടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഹായ്. ഈ വീട്ടിലും താമസമായിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ താമസമായി. മൊബൈലിൽ കൊടുക്കണ കുഴപ്പമുണ്ടോ? ചാനൽ നിങ്ങളെന്നാ താമസമായേ? നിങ്ങളല്ലേ അല്ലേ? ഓക്കെ. ഓരോ കുറേ താമസമായിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ അല്ലേ? ഓരോരുത്തർ ഇങ്ങനെ ഇവിടെ താമസിക്കാന്ന് തോന്നുന്നല്ലോ ഇവിടെ. അവിടെ പുല്ലൊക്കെ മുറ്റമ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും സന്തോഷം. ആളുകളൊക്കെ ഒന്ന് കണ്ടപ്പം വളരെയധികം സന്തോഷമുണ്ടല്ലേ? ഈ 2 സെക്ഷൻ വീടുകളുടെ ഇടയിലായിട്ട് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളിയായിട്ട് ഇവരൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളും പുല്ലുകളൊക്കെ വെച്ചിട്ട് നല്ല ഹരത്തിൽ കുറച്ച് ഉയർച്ചയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി നല്ല ഹരമുണ്ട് ഇവിടെ കാണാൻ. ഏതായാലും ഓരോ വീട്ടുകാർക്കും ഓരോരോ ഇതുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഇപ്പം ഈ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഏരിയയിൽ ഇത് കാണാൻ ഇതുണ്ട്. പക്ഷെ ആ ഭാഗത്ത് നോക്കുന്നവർക്ക് മലനിരകളും കാഴ്ചകളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ അടിപൊളി ഏരിയ കേട്ടോ. പാർക്ക് വരും. അതെവിടെയാണ്? എൻ്റെ വീട്ടിൽ മുറ്റത്തോ? എൻ്റെ വീടേതാ? അവിടേക്കാ? ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലെ ഇപ്പോൾ കുറേ 3ാമത്തെ വീട്. ഞാനിതിലൊക്കെ മൊത്തം കാഴ്ച കാണിച്ചിങ്ങനെ പോവാണിതാ. അവിടെ അടച്ചു വെച്ച് നിങ്ങൾ തുറക്കണേ. ഇവിടുത്തെ റോഡുകളൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേച്ചി അവിടെ എയിമായതല്ലേ? ഇവിടെയൊക്കെ താമസം. ഇവിടെയൊക്കെ താമസമായതാണ്. പൂജയൊക്കെ കഴിഞ്ഞാൽ ഡോറിൻ്റെ ഉള്ളിൽ ഓം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
ഒക്കെ കഴിഞ്ഞ്. ചേട്ടാ ഇവിടെ കുറേ വീട്ടുകാർ താമസാക്കിയോ? എത്ര എല്ലാവരും ഒരുമിച്ച് താമസമായതാ? ഓരോരുത്തരും ഇങ്ങനെ വരിക അല്ലേ? ഇപ്പം എത്രത്തോളം വീട്ടുകാരായി എന്നറിയോ? 150 ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ? യെസ്, 150 ആളുകൾ വീടുകൾ ഇവിടെ താമസമായി എന്നാണ് പറയുന്നത്. കേട്ടോ, അതാ വീടിൻ്റെ മുകളിൽ കുട്ടികളിരിക്കുന്നുണ്ടോ? എങ്ങനെ ഇരിക്കുക? ഇവിടുത്തെ കാഴ്ച അസാധ്യ ലെവലല്ലേ? ആടാ നല്ല ഏരിയയിലല്ല എൻ്റെ വീട്. എൻ്റെ വീടേതാ? 3ാമത്തെ വീടോ? ഇവിടുന്ന് അടിപൊളി കാഴ്ച ആണല്ലോ. അതേതാ മല? ചെമ്പ്രമല. ഞാൻ എനിക്ക് അറിയോ നോക്കിയതാ, എനിക്കറിയാലോ. ചെമ്പ്ര പീക്ക്, അതിൻ്റെ മുകളിൽ പോയിക്കണോ? അതിന് ഈ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ എല്ലാവരും 150 വീട്ടുകാർ താമസമായി. വലിയൊരു ആഘോഷ പരിപാടി അല്ലെങ്കിലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ താമസമാക്കുന്നുണ്ട്. അവന് നിങ്ങളെ വീട് കാണിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളെന്ന് താമസമായേ? 18-ാം തീയതി, കഴിഞ്ഞ 18-ാം തീയതി. 2 ആഴ്ച ആയിട്ടുള്ളൂ അല്ലേ? ഒരാഴ്ച. പരിപാടി എങ്ങനെ എന്തുണ്ടോ? ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് കൂടുക അല്ലേ? ഇനി എല്ലാവരും കൂടി പരിപാടി എന്താ നടത്തണ്ടോ? അങ്ങനെ ഉള്ളൂ. ഇനി എല്ലാത്തിനും വീട്ടുകാരെല്ലാവരും കൂടി ഇനി എന്താ പരിപാടി അങ്ങനെ ഉദ്ദേശം? അതൊക്കെ അന്ന് താക്കോല് കൊടുക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, എങ്ങനെ വീട് ഉഷാറല്ലേ? നിങ്ങളവിടെ ചൂരൽമല ഇനി സ്കൂളിൻ്റെ ബാക്കിലായിരുന്നു അല്ലേ? ഓക്കെ. അവിടെ എന്താ വർക്ക് എടുക്കണ്ടല്ലോ? നമുക്ക് സന്തോഷം, ആളുകളുടെ മുഖത്ത് സന്തോഷം കാണുമ്പം നമുക്കും സന്തോഷം കേട്ടോ. ഏതായാലും 180ഓളം വീട്ടുകാർ ഇവിടെ എത്തി എന്ന് പറഞ്ഞതില്ലേ. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ആളിങ്ങനെ എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ വന്നപ്പം ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പം ആളുകൾ ശോകമുഖമായി കിടക്കുക. അതൊക്കെ കളവാട്ടോ, ശോകമുഖമായി കിടക്കുന്നല്ല. ഇവിടെ ആളുകൾ ഫുള്ള് താമസമായി. 150 വീടുകളിൽ ആളുകൾ ഫുള്ള് താമസമായി. അവിടെയൊക്കെ താമസമായിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ള് ആൾക്കാരുണ്ടോ? ഇവിടെ ഇൻഡസ്ട്രിയൽ വർക്ക് എടുക്കണ ഒരാളുകളുടെ ഇൻഡസ്ട്രിയൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ. നമുക്ക് അവിടെ ബാക്കി വീടുകളൊക്കെ അവിടെ കാണാം. അപ്പുറത്തേക്ക് പോയി അതിലേ പോകാൻ കഴിയില്ലാന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതിലൂടെ അങ്ങനെ മലഞ്ചെരുവിലൂടെ പോയിട്ട് അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. അതിലൂടെ അങ്ങനെ പോയിട്ട് പിന്നെ കൂടുതൽ വീടുകൾ നിൽക്കുന്ന അവിടെ കേട്ടോ. ഇതിലെ ഈ കളർ പെയിൻ്റ് അടിച്ച വീടുകളിലൊക്കെ താമസമായിട്ടുണ്ട്. ഈ 150 വീട് തന്നെ ഇവിടെയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ വീടുകൾ താമസമായിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തേക്കും കുറേ വീടുകൾ താമസമായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. അതിന് ഈ ഭാഗത്തും ഫുള്ള് ഈ 410 വീടുകളും ഈ ഒരു ചുറ്റുവട്ടം മൊത്തം 410 വീട് എന്നൊക്കെ പറയുമ്പം ചിന്തിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ. നടന്നാൽ എത്തൂല. ഏതായാലും എല്ലാ വീടുകളിലേക്കും റോഡും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. അത് അവിടെ ആയിട്ടാണ്. ഇപ്പം ബാക്കിയുള്ള ഫെസിലിറ്റീസിൻ്റെ വർക്ക് തന്നെ ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ വർക്ക് മാത്രമേ അവിടെ പില്ലറിൻ്റെ കുഴിയൊക്കെ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വീടിൻ്റെ പണി ആദ്യം കഴിച്ചതിന് ശേഷം ബാക്കിയൊക്കെ വർക്ക് തുടങ്ങുള്ളൂ എന്നിട്ട് അവിടുത്തെ ഒരു എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞതേ. ഏതായാലും അടിപൊളി സന്തോഷം. വീടുകളിൽ ആളുകളൊക്കെ താമസാക്കി അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ നമുക്കും സന്തോഷം. സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ മുണ്ടക്കൈ ചുരൽമല നിവാസികൾക്കായി കൽപ്പറ്റ ടൗൺഷിപ്പിലെ വീടുകളിലെ വിശേഷങ്ങൾ കേട്ടോ. വീടിൻ്റെ വിശേഷങ്ങളെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ കൊണ്ട് ചെയ്താളി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ചെയ്താളിയേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.